So welcome to Soumya's Vlogs. So ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈക്വലി ജെൻസ് ആൻഡ് ലേഡീസ് ഈക്വലി നിങ്ങളെല്ലാവരും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് യൂട്യൂബിലും ഗൂഗിളിലും എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അത് വേറെ ഒന്നുമല്ല, ബെല്ലി ഫാറ്റ്, കുടവയർ. സോ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യുക, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ എക്സസൈസസ്, എങ്ങനെ റെമഡീസ് എന്തൊക്കെയാണ്, എത്ര പെട്ടെന്ന് കുറയും എന്നൊക്കെ നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്തിട്ടുണ്ടാവും. സോ അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് വർക്കായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യും വേണം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബെല്ലി ഫാറ്റ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അമിതമായ ഭക്ഷണവും പിന്നെ എക്സസൈസിൻ്റെ കുറവും കൊണ്ടാണ് മെയിനായിട്ട് എല്ലാവരിലും ബെല്ലി ഫാറ്റ് കണ്ടുവരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കുറേ നേരം 8-9 മണിക്കൂർ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലും ബെല്ലി ഫാറ്റ് കണ്ടുവരുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഓവറായിട്ട് കഴിക്കുന്ന അധികം കഴിക്കുന്ന ഭക്ഷണം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. സോ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള അത്രയും കാർബോഹൈഡ്രേറ്റ്സ് എനർജി ആയിട്ട് എടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന കാർബോഹൈഡ്രേറ്റ്സ് അത് ഗ്ലൂക്കോസായി കൺവേർട്ടായി, അതായത് ഈ അമിതമായിട്ടുള്ള ഈ ഗ്ലൂക്കോസ് അത് ഫാറ്റായിട്ട് കൺവേർട്ടായി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആവുന്നതാണ്. അത് ആദ്യം തന്നെ പോയി സ്റ്റോർ ആവുന്നതും നമ്മുടെ ഈ വയറിലും ഇടുപ്പിലും പിന്നെ അത് കഴിഞ്ഞ് തുട ഭാഗത്തൊക്കെയാണ് ഈ ഫാറ്റ് ഓവറായിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഈ ബെല്ലി ഫാറ്റ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്, എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇപ്പോഴത്തെ പുതിയ റിസർച്ചസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ബെല്ലി ഫാറ്റ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് 2 ഡയബറ്റീസിന് ഒരു കാരണമാവുമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അത് ബാക്ക് പെയിൻ, ഷുവറായിട്ടും ബാക്ക് പെയിൻ ഉണ്ടാവും. കാരണം ബെല്ലി ഫാറ്റ് അത് വയറ് ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലെ ആ സ്പൈൻ അത് ഒരു വളവ് വരും. ആ താഴെ ലോവർ ഭാഗത്ത് ഒരു വളവ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് സ്ട്രെയിറ്റ് അല്ല, ഒരു വളവ് വന്നു കഴിഞ്ഞാൽ തന്നെ വേദന തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ബെല്ലി ഫാറ്റ് ഉണ്ടെങ്കിൽ ബാക്ക് പെയിനും ഒരു കാരണമാവും. സോ ഇതിന് എന്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ തന്നെ ഇതിന് നല്ലൊരു സൊല്യൂഷനാണ്. എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ജങ്ക് ഫുഡ് ഒഴിവാക്കുക ആദ്യം തന്നെ. പിന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുക. പിന്നെ ധാരാളം പച്ചക്കറികളും ഇലക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. അറ്റ്ലീസ്റ്റ് 2.5 to 3 liters ഓഫ് വാട്ടർ ഒരു ദിവസം കുടിക്കണം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ഇൻക്രീസ് ആയിട്ട് ഓവറായിട്ടുള്ള ഫാറ്റും ടോക്സിൻസ് എല്ലാം ഫ്ലഷ് ഔട്ട് ആകും ബോഡിയിൽ നിന്ന്. അതേപോലെ തന്നെ ഈ ബെല്ലി, അതായത് വയറിന് വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ ഉണ്ടാവും, ലൈക്ക് പ്ലാങ്ക് എക്സസൈസസ്, പിന്നെ അബ്ഡമിനൽ എക്സസൈസ് ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ ഇൻ കേസ് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനെ പറ്റിയിട്ട് കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. സോ അത് നോക്കിയിട്ട് പ്ലാങ്ക് എക്സസൈസ്, അബ്ഡമിനൽ എക്സസൈസൊക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബെല്ലി ഫാറ്റ് കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ബെല്ലിയിലെ ഫാറ്റ് ബേണിങ് ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇസ് കോക്കനട്ട് ഓയിൽ. സോ കോക്കനട്ട് ഓയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, കോക്കനട്ട് ഓയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ അത് ബോഡീൻ്റെ മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത് നേരെ അത് ലിവറിൽ പോയിട്ട് സ്റ്റോറായി അവിടുന്ന് ഡയറക്റ്റായിട്ട് അത് ബോഡി ഫ്യൂവലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ അത് അപ്പം തന്നെ അത് ബോഡി ഫ്യൂവലിന് വേണ്ടി യൂസ് ആയി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ബേൺ ആയി പോകും, നമ്മുടെ ബോഡിയിൽ അത് സ്റ്റോർ ആവുന്നില്ല. പിന്നെ കോക്കനട്ട് ഓയിൽ ഇസ് എ സോഴ്സ് ഓഫ് ഗുഡ് ഫാറ്റ്. ബോഡിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഗുഡ് ഫാറ്റാണ് കോക്കനട്ട് ഓയിൽ. സോ ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുക നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഡേ ടു ഡേ കുക്കിങ്ങിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ രാവിലെ വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റമക്കിൽ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ കുടിക്കുക. പിന്നെ അതേപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ കുടിക്കുക. ആൻഡ് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഫിനിഷ് യുവർ ഡിന്നർ between 7 to
7 മണിക്ക് 8 മണിക്ക് ഇടയിൽ ഭക്ഷണം, പിന്നെ അതായത് ഒരു 10 മണി 10-10:30 ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 8 മണിക്ക് മുന്നേ ഭക്ഷണം ഡിന്നർ ഫിനിഷ് ചെയ്യണത് വളരെ നല്ലതാണ്. ഇറ്റ്സ് എ ഹെൽത്തി പ്രാക്ടീസ്. അപ്പോൾ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കുന്നതിന് മുന്നേ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ കുടിക്കുക. അല്ലെങ്കിൽ അതിനും പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ മീൽസ് ഓരോരോ മീലിന് മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് മുന്നേ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒരു ഗ്ലാസ് ഓഫ് വാം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുക 30 മിനിറ്റ്സ് മുന്നേ. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആപ്പറ്റൈറ്റിനെ സപ്രസ് ചെയ്ത് ഭക്ഷണം ഓവറായിട്ട് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമാച്ചാൽ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. ഓവറായിട്ട് അത് കഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഫാറ്റ് ബേണിങ് ഇൻഗ്രീഡിയൻസ് കുറച്ചൊരു 4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഗ്രീൻ ടീ, ജിഞ്ചർ, സിനമൺ പട്ട, പിന്നെ ലെമൺ. സോ ഈ 4 ബെല്ലി ഫാറ്റ് ബേണിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് എക്സലൻറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. സോ അതിൻ്റെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ ടീ എടുത്താൽ തന്നെ അതിൽ പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള കാരണം അത് നമ്മുടെ ബോഡി മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും അതേസമയം ഫാറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ സിനമൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ ലെവൽസ് എല്ലാം കൺട്രോൾ ചെയ്ത് അത് ബോഡിയിൽ ഓൾറെഡി സ്റ്റോർ ആയിരിക്കുന്ന ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്നതാണ് സിനമൺ. അത് അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റമാണ് സിനമൺ. പിന്നെ ജിഞ്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും ഡൈജഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടും ജിഞ്ചർ വളരെയധികം സഹായിക്കും. ഇതൊരു ചെറിയൊരു പീസ് ഇഞ്ചി ആയാൽ തന്നെ അത് അത്രയും എഫക്റ്റീവാണ് നമ്മുടെ ബോഡിയിൽ. അതേപോലെ തന്നെ ലെമൺ. സോ ലെമൺ നമ്മുടെ ബോഡി അതായത് ലിവറിനെ ഡീടോക്സിഫൈ ചെയ്തിട്ട് അതിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ ബേൺ ചെയ്യാൻ വളരെ എഫക്റ്റീവാണ് ലെമൺ. സോ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ബോഡിയിൽ അത്രയും ഭയങ്കര എഫക്റ്റ് തരുന്ന ഒരു ഐറ്റമാണ്. സോ ഇത് എല്ലാം യൂസ് ചെയ്തിട്ട് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു ഫാറ്റ് ലോസ് ടീ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് 2 നേരം കുടിക്കാൻ അല്ലെങ്കിൽ 2 ആൾക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് 2 കപ്പ് വെള്ളം. പിന്നെ 2 ടീ ബാഗ് എടുത്തിട്ടുണ്ട്. സോ ടീ ബാഗ് അല്ലെങ്കിൽ ലൂസ് ഗ്രീൻ ടീ ലീവ്സും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇഞ്ചി ഒരു വലിയ പീസ്, പിന്നെ പട്ട, പിന്നെ ഒരു വലിയ ലെമൺ, ഇതിൻ്റെ ഒരു ജ്യൂസും. സോ ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഈ ഗ്രീൻ ടീ ബാഗ് അതിലേക്ക് നാം മുങ്ങിക്കിടക്കുന്ന പോലെ ഗ്രീൻ ടീ ബാഗും അതിലേക്ക് ഇടുകയാണ്. പിന്നെ ഇഞ്ചി, നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് കഷ്ണാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ടും ഇടാൻ കുഴപ്പമില്ല. പിന്നെ പട്ട. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടായി. ഇനി ഞാനിതിലേക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേ അതിലുള്ള എസൻസ് എല്ലാം, അതായത് ഇഞ്ചിയുടെയും പട്ട ലെമൺ എല്ലാ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. സോ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിതിൽ ഗ്രീൻ ടീനെ പറ്റി പറഞ്ഞപ്പോൾ ഗ്രീൻ ടീ ഒരു ദിവസം നമുക്ക് മാക്സിമം 4 കപ്പ് വരെ യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഓപ്റ്റിമം ഒരു ബോഡിക്ക് ആവശ്യം 4 കപ്പ് ഗ്രീൻ ടീ ആണ്. ഇതിപ്പോൾ നമ്മുടെ ചായ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് അതേപോലെ തന്നെ ആ പീസസോട് കൂടിയിട്ട് ഇഞ്ചിയുടെയും പട്ടയുടെയും പീസസോട് കൂടി ഇടണമെങ്കിൽ ഇടാൻ കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ഒരു കപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം നമ്മുടെ ഫാറ്റ് ലോസ് അതായത് ഫാറ്റ് ബേണിംഗ് ടീ ഇവിടെ റെഡിയാണ്. സോ ഇത് മാത്രം കുടിച്ചാൽ എഫക്റ്റ് ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയില്ല.
ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ലെവലിൽ വർക്കൗട്ടും പിന്നെ ക്ലീൻ ഈറ്റിംഗ്, പോർഷൻ കൺട്രോൾ, പിന്നെ കാർബ്സിൻ്റെ അളവൊന്ന് കുറയ്ക്കുക, ഇതെല്ലാം കൂടിയായിട്ട് ഈ ടീയും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ എപ്പോഴും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടൻ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.